ഗോകുൽ കെ വേണുഗോപാലിലേക്ക് നമ്മൾ പോവുകയാണ്, കോഴിക്കോടേക്ക്. കോഴിക്കോട് എല്ലാ കൊല്ലവും വർണ്ണാഭമായ ശോഭയാത്ര ഒരുക്കുന്ന ഇടമാണ്. ഇത്തവണ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി അണിഞ്ഞൊരുങ്ങിയ ഗോപികമാരും കണ്ണന്മാരും ഒക്കെ എത്തിയോ? സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് എന്തായാലും ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തിയിൽ നമുക്ക് കാണാനുള്ളത്. ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും അതിഗംഭീരമായിട്ടുള്ള ശോഭായാത്രകൾ സംഘടിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും വിവിധ ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ശോഭായാത്രകളൊക്കെ ആരംഭിക്കും. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും എല്ലാവരും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ ആദ്യമായി ശ്രീകൃഷ്ണ വേഷം കെട്ടുന്ന ആളുകളുണ്ട്. വളരെ കൗതുകത്തോടു കൂടി ഇതിനെ നോക്കിക്കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മഹാനഗരം ഒരു അമ്പാടിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള 5ഓളം വരുന്ന ശോഭായാത്രകൾ ചേർന്ന് മഹാശോഭായാത്രയായിട്ട് മുതലക്കുളത്തായിരിക്കും ഈ ശോഭായാത്ര സമാപിക്കുക. അതിനിടയിൽ നിരവധിയായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അമ്പാടി കണ്ണന്മാരെയും ഗോപികമാരെയും ഒക്കെ ഒരുക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. ഈ പറഞ്ഞതുപോലെ ടാബ്ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് മറ്റു പല കേന്ദ്രങ്ങളായിട്ട് ഒരുങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അഴകൊടി ക്ഷേത്രത്തിലേക്കായിരിക്കും പോവുക. ചേവായൂർ നഗരത്തിന്റെ ഭാഗമായിട്ടുള്ള ശോഭായാത്ര അഴകൊടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മുതലക്കുളത്തിലേക്കൊക്കെ ആയിരിക്കും പോവുക. നമുക്ക് പുതിയ ഒരു ന്യൂജൻ കൃഷ്ണനൊക്കെ ഉണ്ട്. എന്താ കൃഷ്ണന്റെ പേരെന്താ? ആരാ കണ്ണട വെച്ച്? നേരെ കൃഷ്ണന് കണ്ണട ഉണ്ടോ? ആരാ പറഞ്ഞ കണ്ണട ഉണ്ടെന്ന് കൃഷ്ണന്? അമ്മ പറഞ്ഞതാ? അടിച്ചു പൊളിക്കണ്ടേ ശ്രീകൃഷ്ണൻ? ഏതായാലും മനോഹരമായ രസകരമായ കാഴ്ചകളാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണനെ ഉൾപ്പെടെ കോഴിക്കോട് നിന്നുള്ള കാഴ്ചയാണ്. ഇനിയും ഇതുപോലെയുള്ള രസകരമായ കൗതുകകരമായ കാഴ്ചകൾ, ഭംഗിയുള്ള കാഴ്ചകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ശോഭായാത്രകൾ നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ, വീഥികളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിലും നയനമനോഹരമായ കാഴ്ചകൾ ഉണ്ടാകും. അത് 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആൻ മരിയ സണ്ണിയും ഗോകുൽ കെ വേണുഗോപാലുമാണ് ഇപ്പോൾ കണ്ണന്മാർക്കും രാധികമാർക്കും ഒപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.